എടോ, ഞാൻ നേരത്തെ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാ ഞാൻ തന്നോട് അങ്ങനെ പെരുമാറിയേ. അല്ലാതെ വേറൊന്നും കരുതിയിട്ടല്ല. തനിക്കത് വിഷമമായെങ്കിൽ സോറി. അയാൾ പറഞ്ഞത് കേട്ട് വേറൊന്നും പറയാതെ ഞാൻ അവിടെ നിന്ന് പോയി. പോകുന്ന വഴിയിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരുന്നു. കൂടുതലും അബിയെക്കുറിച്ചായിരുന്നു. അബിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഭയവും ഇല്ല. കാരണം അവനിപ്പോൾ എന്നോട് തോന്നുന്നത് കുറച്ചു നാൾ കാണാതിരിക്കുമ്പോൾ ഇല്ലാതാവുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് കാരണം ഇവന് പലരോടും ഇങ്ങനെ തോന്നിയിട്ടുള്ളതും കുറച്ചുനാൾ കഴിയുമ്പോൾ അത് അവസാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെയാ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു. മഹിതേ, നീ ഇതെന്താലോചിച്ച് നടക്കുവാ? എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു? ആരോ പുറകിൽ നിന്ന് പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ രേവതിയായിരുന്നു. രേവതി എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഞങ്ങള് +2 വരെ ഒരുമിച്ചാ പഠിച്ചതും. പിന്നീട് അവളുടെ അച്ഛൻ ജോലിക്കായി ചെന്നൈ പോയപ്പോൾ അവളും പോയി. പിന്നെ ഇപ്പോഴാ കാണുന്നേ. എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു? ഓടി ഓടി മടുത്തു. നിനത് ചെവി കേട്ടൂടെ? അത് പിന്നെ ഞാൻ രേവു എന്തോ ആലോചിച്ച് നടന്നുകൊണ്ടാ. അതെനിക്ക് മനസ്സിലായി, നീ ഈ ലോകത്തൊന്നും അല്ലായിരുന്നെന്ന്. ആരെപ്പറ്റിയായിരുന്നു സ്വപ്നം കണ്ടേ? ഒരു കള്ളച്ചിരിയോടായിരുന്നു അവൾ ചോദിച്ചത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചതാ, അല്ലാതെ. പിന്നെ നിന്നെ എനിക്ക് അറിയത്തില്ലേ? ഞാൻ ഇത്രയും വിളിച്ചിട്ടും നീ കേൾക്കാതെ നടക്കണമെങ്കിൽ അത് വീട്ടുകാരല്ലെന്ന് എനിക്കറിയാം. നീ എന്നോട് അങ്ങനൊന്നും മറക്കില്ല. അപ്പൊ പിന്നെ ഇതും മറക്കേണ്ട കാര്യമില്ല. പറ, എന്താ കാര്യം? അത് രേവു, ഞാൻ നിന്നോട് പിന്നെ പറയാടാ. ശരി, എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ വന്ന കാര്യം പറയാം. മഹി, എന്റെ കല്യാണ അടുത്ത മാസം 25-ന്. നീയും അമ്മയും വരണം. അതും പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും ഒരു കാർഡ് എടുത്ത് എനിക്ക് നേരെ നീട്ടി പറഞ്ഞു. ഞാനത് വാങ്ങി വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നടന്നു. മഹി, ഇനി എന്നാ നിന്റെ കല്യാണം? ഈ അടുത്തെങ്ങാനും ഉണ്ടാവോ? രേവതിയുടെ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ലായിരുന്നു. ആ രേവു, ഞാൻ ചെല്ലട്ടെ. ഒരുപാട് നേരമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. നമുക്ക് പിന്നെ കാണാം. അതും പറഞ്ഞ് ഞാൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. കാരണം എനിക്കെന്ത് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാനില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെയിരുന്നു. അറിയാതെ എപ്പോഴാ ഉറങ്ങിപ്പോയത്. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. നോക്കിയപ്പോ കടയിലെ മുതലാളിയാണ്. ഞാൻ കോള് അറ്റൻഡ് ചെയ്തു. ഹലോ മഹിത, താൻ നാളെ കടയിലേക്ക് വരണ്ട. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല. ചിലപ്പോ ഞാൻ വരാൻ ഒരാഴ്ചയെങ്കിലും ആവും. ചിലപ്പോ അതിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഇനി വന്നാൽ മതി. ഞാൻ എന്തെങ്കിലും ചോദിക്കും മുമ്പേ ഫോൺ കട്ട് ചെയ്തായിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായില്ല. എന്തായാലും കുറച്ച് ദിവസത്തിന് ഇനി വീട്ടിലിരിക്കാലോ എന്ന് കരുതി ഞാൻ. മഹിത മോളെ, മോളൂട്ടിയെ, അകത്തുണ്ടോ നീയേ? കുറച്ച് വെള്ളം കഴുത്തോ. വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ഉസ്മാനിക്കയാന്ന്. വേഗം തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഉമ്മറത്തേക്ക് ചെന്നു. മോളെ, ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. മോളുടെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ശരിയായിട്ടുണ്ട്. മോക്ക് വേറെ അസൗകര്യമൊന്നുമില്ലെങ്കിൽ നാളെ നമുക്ക് അവിടെ വരുന്ന് പോയാലോ? മോക്ക് നാളത്തേക്ക് ലീവ് എടുക്കാൻ പറ്റുമോ? അത് വേണ്ടക്ക, ഒരാഴ്ചത്തേക്ക് കട മുടക്കാണ്. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോവാം. ഉസ്മാനിക്ക വന്നാ മതി. ശരി മോളെ, എന്നാ നാളെ തന്നെ ഞാൻ വരാം. മോള് റെഡിയായിട്ട് നിന്നാ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സുഭദ്രയോട് പറ ഞാൻ വന്നായിരുന്നെന്ന്. അതും പറഞ്ഞ് ഉസ്മാനിക്ക പോയി. അമ്മയോട് ചെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കൂടി അവിടെ നിന്നാ ചിലപ്പോ അമ്മ അബിയെ പറ്റി പറയാൻ തുടങ്ങും. രാവിലെ റെഡിയായി ഇക്കാടെ കൂടെ പോയി. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു അഡ്വക്കേറ്റ് പ്രതാപ് മേനോന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കാൻ ഒരാളെ വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഒരു അപകടത്തിൽ തളർന്നു കിടക്കുക സാറിന്റെ ഭാര്യ. അവരെ നോക്കാൻ ആളെ വേണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മോളെ ഓർത്തത്. പോകും വഴി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഉസ്മാനിക്ക എന്നോട് പറഞ്ഞു തന്നു. വക്കീൽ സാറേ, ഇതാ ഞാൻ പറഞ്ഞ ആള്, സാറിന്റെ ഭാര്യയെ നോക്കാൻ. ആ ഉസ്മാൻ, മനസ്സിലായി. താൻ ഈ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് എനിക്കൊരു തലവേദന ആവരുത്. എനിക്കറിയാം സാർ, ഇതെനിക്ക് വളരെ അടുത്തറിയാവുന്ന കുട്ടിയാ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇവളെ കൊണ്ട് ഒരു തരത്തിലും പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, അത് മതി. നോക്കിയും കണ്ട് നിന്നോളാൻ പറ. വെറുതെ എനിക്ക് പണിയുണ്ടാക്കരുത്. എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞു.
നീ എന്നാ നാളെ മുതൽ കയറിക്കോളൂ. ആ ഉസ്മാൻ, നീ ഇവളെ ആ വസുന്ധര ഒന്ന് കാണിച്ചേക്ക്. അതും പറഞ്ഞ് പ്രതാപൻ സാർ അകത്തേക്ക് പോയി. ആളൊരു ചൂടിലാണല്ലോ ഉസ്മാനിക്ക. ഞാൻ അത് പറഞ്ഞപ്പോൾ ഇക്കൊന്ന് ചിരിക്കുക മാത്രം ചെയ്തോളൂ. അതിലെന്തോ ഒളിച്ചു കിടപ്പുള്ള പോലെ തോന്നി എനിക്ക്. ആ വസുന്ധരാമേ, ഇത് വസുന്ധരാമേ നോക്കാൻ വന്ന പുതിയ കുട്ടിയാ. അതും പറഞ്ഞ് ഉസ്മാനിക്ക എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മോളെന്താ മാറി നിൽക്കുന്നേ? ഇങ്ങടുത്തേക്ക് വാ. അമ്മ വിളിച്ചതും ഞാൻ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്റെ മുഖത്തും തലയിലൊക്കെ ആ അമ്മ തലോടി. പിന്നെ എന്നോട് കുറെ നേരം സംസാരിച്ചിരുന്നു. മോള് നാളെ വരും വസുന്ധരാമേ. ബാക്കിക്ക് ഇനി നാളെ സംസാരിക്കാലോ. മോള് നാളെ മുതൽ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കടയുടെ മുതലാളിയെ വിളിച്ച് ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ലെന്നും പറഞ്ഞു. പിന്നെ അബി ഒന്ന് വിളിച്ചു നോക്കി. പക്ഷേ അവന്റെ നമ്പർ നിലവിലില്ലാന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാനുമായിട്ട് ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാതിരിക്കാനാവും. നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കിടന്നു. ഇന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റു. ഏറ്റെടുത്തൊരു ജോലി ഒരു കുറവും കൂടാതെ ചെയ്യാൻ പറ്റണേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു. വീട്ടിൽ തിരിച്ചെത്തി റെഡിയായി അമ്മയുടെ അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിന്റെ ഉമ്മർ തന്നെ പ്രതാപ് സാർ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ല ഗൗരവത്തിലായിരുന്നു സാറ്. ഇയാൾക്ക് എന്തോന്നും ചിരിച്ച? ആ പിന്നെ ഇന്ന് വസുന്ധരയ്ക്ക് ചെക്കപ്പ് ഉള്ള ദിവസമാണ്. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വരും. വസുന്ധരയുടെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. പിന്നെ ഡോക്ടറോട് എല്ലാ കാര്യം ചോദിച്ചു മനസ്സിലാക്കണം. മരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം. ശരി പൊക്കോ. മറ്റൊന്നും പറയാൻ സമ്മതിക്കാതെ പ്രതാപ് സാർ എഴുന്നേറ്റ് പോയി. ഇയാളെന്ന വല്ല റേഡിയോ ആണോ? അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. താന് കാട്ടുപോത്ത് തന്നെ. ഇതെന്ത് സ്വഭാവമാണാവോ? ഞാനതും പറഞ്ഞ് മുറിയിലേക്ക് പോയി. ആ മോള് വന്നോ? ഞാൻ മോള് വരുന്ന നോക്കിയിരിക്കുമായിരുന്നു. എത്ര നേരായെന്നറിയോ? ആണ് വസുന്ധരാമേ. അതും പറഞ്ഞ് ആ കവളിലൊരു കുഞ്ഞു കുത്തുകൊടുത്തു. പിന്നെ വേഗം തന്നെ എല്ലാ ജോലികളും തീർത്തു. വസുന്ധരാമയെ കുളിപ്പിച്ചു. പിന്നെ ഒന്നുകൂടി ചുറ്റും നോക്കി എന്തെങ്കിലും കുറവുകളുണ്ടോന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. സാറ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി ഒരു ചാർട്ട് തന്നെ റെഡിയാക്കി വെച്ചു. മിസ്റ്റർ പ്രതാപ്, വസുന്ധരയ്ക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. മുമ്പത്തെ അതേ കണ്ടീഷൻ തന്നെയാണ്. എന്നാലും പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട്. അതെന്താ ഡോക്ടർ? ഞാൻ അങ്ങനെ പറയാൻ കാരണം നേരത്തെ ഞാൻ വരുമ്പോൾ വസുന്ധരയ്ക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നു. ഒന്നും സംസാരിക്കുക പോലും ഇല്ല. എന്നാ വസുന്ധരയുടെ ഇന്നത്തെ പെരുമാറ്റം എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എന്തോ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. ഇതുവരെ വസുന്ധരയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്തീ മാറ്റത്തിന്റെ കാരണം? എനിക്കും അറിയില്ല ഡോക്ടർ. അവൾ ഇന്നലെ മുതൽ നല്ല സന്തോഷത്തിലാ. എന്തായാലും ഈ മാറ്റം നല്ലതിനാണ്. അത് ട്രീറ്റ്മെന്റിന് ഗുണം ചെയ്യും. ഞാൻ ആ കുട്ടിക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഡോക്ടർ പോയതിനു ശേഷം സാറ് വസുന്ധരാമയുടെ മുറിയിലേക്കൊന്ന് വന്നു. മുഖത്തെ ഗൗരവത്തിന് അല്പം മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സംസാരിച്ചതിന് ശേഷം സാറ് പുറത്തേക്ക് പോയി. ശരിയെന്നാ, ഞാൻ പോയിട്ട് നാളെ വരാം. അത് പറഞ്ഞപ്പോൾ വസുന്ധരാമയുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. അയ്യോ, എന്തിനാ കരയുന്നേ? ഞാൻ നാളെ രാവിലെ വരില്ലേ? നേരത്തെ വരാം, ഇപ്പൊ പോട്ടെ. അതും പറഞ്ഞ് ആ കവിളിലൊരു ഉമ്മ കൊടുത്തു. ആ മോളെ, നീ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി. വസുന്ധരാമ്മ എന്ന് വിളിക്കണ്ട. അമ്മയെന്ന് മാത്രം വിളിച്ചാൽ മതി. കേട്ടോ പറഞ്ഞത്? ശരി എൻ്റെ അമ്മക്കുട്ടി. മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ പുറത്ത് പ്രതാപൻ സാർ ഉണ്ടായിരുന്നു. അമ്മയുടെ മരത്തെ കാരണം അപ്പം സാറിന് മനസ്സിലായി. സാർ, വസുന്ധരാമ്മയ്ക്ക് രാത്രി കഴിക്കാനുള്ള മരുന്ന് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അത് കൊടുത്താൽ മതി. ഞാൻ നാളെ രാവിലെ വരാം. ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞ് സാറ് മുറിയിലേക്ക് പോയി. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി അമ്മയുടെ അടുത്ത് ചെന്നു. കൂടെ അപ്പു ഉണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള മരുന്ന് കൊടുത്ത് ഞാൻ മുറിയിലേക്ക് പോയി. ഇപ്പോൾ 2 മാസമായി ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട്. അമ്മയ്ക്ക് മുമ്പത്തെ പോലെ അല്ല, നല്ല മാറ്റമുണ്ട്. പതിയെ പിടിച്ചു നിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് പ്രതാപ സാറിനോടുള്ള പെരുമാറ്റത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. അദ്ദേഹത്തിനിപ്പോൾ എന്നെ ഇഷ്ടമാണ്.
അച്ഛൻ വിളിക്കാറുള്ള പോലെ മഹിമോളെ എന്നെ ഇപ്പം എന്നെ വിളിക്കാറ്. പ്രതാപ് സാറിന് ഒരു മോനും ഒരു മോളും ഉണ്ട്. മകൻ ആരവ് മനു പ്രതാപ് ഡോക്ടറാണ്. ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ സ്ഥലത്തില്ല. മകൾ അർച്ചന, അവൾ ബാംഗ്ലൂരാണ്. ഞാൻ വല്ലാതെ ആ കുടുംബമായിട്ട് ഒത്തിരി അങ്ങ് അടുത്തു. പതിവ് പോലെ തന്നെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്കരികിലേക്ക് പോയിരുന്നു. ഓരോ വിശേഷങ്ങളും പറഞ്ഞു. പക്ഷേ അമ്മയുടെ മുഖം വളരെ ഗൗരവത്തിൽ തന്നെയായിരുന്നു. കാരണം തിരക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. ഞാൻ അത് അപ്പം തന്നെ വിട്ടു. എന്നാ മുമ്പോട്ടുള്ള ദിവസങ്ങളിലും അമ്മയുടെ പെരുമാറ്റം അങ്ങനെ തന്നെയായിരുന്നു. എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളത് പോലെ. നേരത്തെ അമ്മ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ലായിരുന്നു. എന്നിപ്പോൾ എല്ലാത്തിലും കൈകടത്തും. ഞാൻ ചെയ്യുന്നത് ഒന്നും ഇഷ്ടമല്ല. എന്നെ മോളെന്നു മാത്രം വിളിച്ചിരുന്ന അമ്മയുടെ നാവിൽ നിന്നും ഞാൻ കേൾക്കാത്ത പേരുകൾ വരെ വിളിക്കാൻ തുടങ്ങി. അമ്മയുടെ പെരുമാറ്റം എന്നെ വല്ലാതെ വിഷമത്തിലാഴ്ത്തി. പിന്നെയൊന്നും വസുന്ധരാമ്മയുടെ അടുത്തെത്താനായിരുന്നു എനിക്കിഷ്ടം. അവിടെ എൻ്റെ അമ്മേനോട് അങ്ങനെ പെരുമാറുമ്പോൾ ഇവിടെ വേറൊരമ്മ എന്നെ സ്വന്തം മകളെപ്പോലെ കാണുന്നു. പിന്നെ വീട്ടിലേക്ക് പോകുന്നത് പോലും എനിക്കിഷ്ടമല്ലാണ്ടായി. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പരിചയമില്ലാത്തൊരു വണ്ടി അവിടെ കിടക്കുന്നത് കണ്ടു. ആരാന്ന് നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറാനായപ്പോഴാ അമ്മയ്ക്കൊപ്പം പരിചയമുള്ള ഒരാളുടെ ശബ്ദവും ഞാൻ കേട്ടു. ആരാണെന്ന് നോക്കിയപ്പോൾ അബിയായിരുന്നു അത്. അവരെന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കാനായി ഞാൻ അവിടെ തന്നെ നിന്നു. ഒരു നെറ്റിലൂടെയാണ് ഞാനത് കേട്ടത്. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ശരീരം മുഴുവൻ മരവിക്കും പോലെ തോന്നി. അബി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ നിന്നും മാറി. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. ഓ വന്നോ നശൂലം, നീ ഇത്ര നേരം എവിടെ കറങ്ങി നടക്കുമായിരുന്നടി? ആർക്കറിയാം ഏതവൻ്റെ കൂടെ ആയിരുന്നെന്ന്. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിലൊന്നും ചെവി കൊടുക്കാതെ ഞാൻ മുറിയിലേക്ക് കയറി കഥകടച്ചു. അത്രയും നേരം പിടിച്ചുവച്ച കണ്ണുനീര് അണ പൊട്ടി ഒഴുകാൻ തുടങ്ങി. അപ്പോഴും അവരുടെ വാക്കുകൾ എൻ്റെ കതിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എത്രയും നാൾ ഞാൻ അവളെ സഹിച്ചു. അതും ബാലേട്ടനുള്ളതുകൊണ്ട് മാത്രമോ ഇനി അത് പറ്റില്ല. അവളിവിടെ നിന്നും ഒഴിവാക്കാനാണ് ഞാൻ നിന്നോട് അവളെ പ്രേമിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ അവൾ നിന്നെ വരുതിക്കാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. കഷ്ടം. ദേ, നിങ്ങൾ അങ്ങനെ എന്നെ കുറ്റം പറയണ്ട. നിങ്ങൾ കുറേ പറഞ്ഞു നോക്കിയല്ലോ, എന്നിട്ട് എന്തായി? നിങ്ങൾക്ക് അവളെ ഒഴിവാക്കാനാണെങ്കിൽ അവിടെ എല്ലാം തുറന്നു പറഞ്ഞാൽ പോരെ? അവളായിട്ട് മാറി തരില്ലേ? പിന്നെ എൻ്റെ ആവശ്യം വരില്ലല്ലോ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ലടാ. പക്ഷേ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കരുത്. എൻ്റെ ബാലേട്ടൻ മരിക്കാൻ കാരണം അവളാണ്. അതിനവൾ അനുഭവിക്കണം. അതിനു വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. പെൺകുട്ടികളെ പ്രേമിച്ച് പാട്ടിലാക്കി വിൽക്കലല്ലേ നിന്റെ പണി. അതുകൊണ്ട് നീ തന്നെയാണ് അവൾക്ക് യോജിച്ച വരൻ. നിങ്ങൾ അവളുടെ അമ്മയല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ? ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് കരുതിയതാ. ആരുടെ അമ്മ? അവളെ ഞാൻ പ്രസവിച്ചൊന്നുമല്ല. എനിക്കങ്ങനെ മകളും ഇല്ല. എൻ്റെ ബാലേട്ടന് അവൾ എവിടെ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. കേട്ടില്ല. സ്വന്തം മകളായിട്ട് വളർത്തി. അവളുടെ മുന്നിൽ ഞാൻ സ്നേഹമായി നിന്നെങ്കിലും എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമില്ലാണ്ടായി. അവളോടുള്ള എൻ്റെ ഇഷ്ടക്കുറവ് ബാലേട്ടൻ നന്നായി അറിയായിരുന്നു. ഒരിക്കൽ അതേ ചൊല്ലി ഞാനും ബാലേട്ടൻ തമ്മിൽ വഴക്കായി. അതിനിടയിൽ എനിക്ക് പറ്റിയൊരു കൈപ്പിഴയാ. അങ്ങനെയാ ബാലേട്ടൻ മരിച്ചത്. അവളാണ് കാരണം. ആ അസത്ത്. ഞാൻ അവളെ വെറുതെ വിടണോ? എങ്ങനെയും അവളെ നശിപ്പിക്കണം. അതുമാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനു വേണ്ടിയിട്ടാണല്ലോ പോലീസിന്റെ പിടികിട്ടാ പുള്ളിയായ നിന്നെ ആരോരെ ഞാനിവിടെ എത്തിച്ചത്. മറ്റുള്ളവർക്ക് നീ ആ ശാരദ ചേച്ചിയുടെ നാട് വിട്ടുപോയ മകൻ. ആർക്കും അറിയില്ലല്ലോ നിന്നെ. അപ്പോൾ അവളെ നിങ്ങൾക്കിനി വേണ്ട. എന്നാൽ ഞാൻ ഇനി എൻ്റെതായ വഴിക്ക് ഒന്ന് നോക്കട്ടെ, അവളെ വീഴ്ത്താൻ പറ്റുമെന്ന്. ചേച്ചി, ചേച്ചി, ചേച്ചി അകത്ത് എന്തെടുക്കുവാ? ഇത് എത്ര നേരമായിന്നറിയോ? ഒന്ന് പുറത്തേക്ക് വാ. അപ്പു വിളിച്ചപ്പോഴാ ഞാൻ ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. ബാത്റൂമിൽ നിന്ന് പോയി മുഖമൊക്കെ കഴുകി പുറത്തേക്ക് ചെന്നു. എന്താ പൂ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഒന്നുമില്ല ചേച്ചി. ചേച്ചി അകത്ത് എന്തെടുക്കുമായിരുന്നു? ഇത്രയും നേരം കാണാത്തോണ്ട് വിളിച്ചാ ഞാൻ. ചെറിയൊരു തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് കയറി കഥകടച്ചു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ കണ്ണുകളെ തടയാനായില്ല എനിക്ക്. ഇത്രയും നാൾ അമ്മയായി കണ്ടത്, അമ്മയിൽ നിന്നറിഞ്ഞതിനേക്കാൾ ആ വേദന അവരെന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോഴായിരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്. ഉസ്മാനിക്കാക്ക് എല്ലാം അറിയാൻ പറ്റും. പണ്ട് മുതലുള്ള ചെങ്ങാതിയായിരുന്നില്ലേ. എന്തായാലും നാളെ ആവട്ടെ,
എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് റെഡിയായി വീട്ടിൽ നിന്നിറങ്ങി. ഉസ്മാനിക്കയെ കാണണം. ഉസ്മാനിക്ക, ഇത് ഞാനാ മഹിത. ഇക്ക ഇവിടെ ഇല്ല മോളെ. നബിസ്തയായിരുന്നു അത് പറഞ്ഞത്. എന്തു പറ്റി മോളെ? ഇത്ര രാവിലെ? ഉസ്മാനിക്ക എവിടെ പോയി? എനിക്കൊരു അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. മോളെ, ഇക്ക കോയമ്പത്തൂർ പോയതാ. വരാൻ 2 ആഴ്ച എടുക്കും. എന്താ മഹി? എന്താണെങ്കിലും എന്നോട് പറയാലോ നിനക്ക്. ഞാനെല്ലാം നബീസ്തയോട് പറഞ്ഞു. എനിക്ക് ഉസ്മാനിക്കായെ കാണണം. ഇക്കക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. മോളെ മഹി, നീ കേട്ടതൊക്കെ നേരാ. നീ അവരുടെ മകളല്ല. നിന്നെ 3 വയസ്സുള്ളപ്പോഴാ ഉസ്മാനിക്കാക്ക് കിട്ടുന്നേ. ബാലനിക്കായും ഒരു ഉത്സവത്തിന് പോയപ്പോഴായിരുന്നു അത്. ബാലൻ കുട്ടികളില്ലാത്തതുകൊണ്ട് നിന്നെ ബാലന്റെ മകളെ വളർത്തി. പക്ഷേ സുഭദ്രാമ്മ, അവർക്ക് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഇക്ക വരട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. ഉസ്മാനിക്കാക്ക് എന്തൊക്കെയോ അറിയാം. മോളിപ്പോൾ ധൈര്യത്തോടെ പോയിക്കോ. എന്തായാലും ഉസ്മാനിക്ക വരട്ടെ. അതും പറഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എന്നത്തെക്കാളും ഇന്ന് കുറച്ച് നേരത്തെയാണ് ജോലിക്കെത്തിയത്. വസുന്ധരമ്മയുടെ മുറിയിലെത്തിയപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ വർത്താനം കേട്ടു. ആ, മോളെത്തിയോ? എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇങ്ങടുത്തേക്ക് വാ, ഇത് അച്ചുവാണ്. ഹായ് ചേച്ചി, ഞാൻ അർച്ചന. എല്ലാരും അച്ചു എന്ന് വിളിക്കും. ഈ അമ്മയുടെ ഏകപുത്രി. ഞാൻ മഹി. മഹിത, മഹി അങ്ങനെ എങ്ങാണ്ടല്ലേ എല്ലാരും വിളിക്കുന്നേ? എൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ കെയർ ടേക്കർ, അമ്മയുടെ മഹിമോള്. ചേച്ചിയെ പറ്റി പറയുമ്പോൾ അമ്മയ്ക്ക് 100 നാവാ. ചേച്ചിയെ പറ്റി പറഞ്ഞു കേട്ട് കാണാൻ ഓടി വന്നതാ. എന്തു തന്നെയാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മയെ പഴയതുപോലെ തിരിച്ചു തന്നതിന്. അച്യുത് പറയുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തമ്മിൽ കൂട്ടായി. അച്യുവിനെ വലിയ ഇഷ്ടമായിരുന്നു. മഹിതേച്ചി വാ, ഞാൻ ചേച്ചിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതും പറഞ്ഞ് അവൾ എന്നെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ആരോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, മനുവേട്ടാ, ദാ അമ്മ പറഞ്ഞ ചേച്ചി. അച്ചു വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടതും അയാൾ ഒന്ന് ഞെട്ടി. ഒപ്പം ഞാനും. നിങ്ങൾ രണ്ടാളും നേരത്തെ അറിയോ? ഞങ്ങളുടെ മുഖം കണ്ടിട്ടാവണം അവൾ അങ്ങനെ ചോദിച്ചത്. പറയട്ടാ, മനുവേടിന് ചേച്ചിയെ നേരത്തെ അറിയോ? അച്ചുവിന്റെ ചോദ്യം കേട്ടിട്ടാവണം കേൾക്കാത്തതുപോലെ അയാൾ അകത്തേക്ക് പോയി. അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാവാതെ ഞാനും അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ നടക്കുന്നതെന്ന് അറിയാതെ അച്ചു അവിടെ തന്നെ നിന്ന് എന്തോ ആലോചിച്ചു. ചേച്ചിക്ക് മനുവേടിനെ നേരത്തെ അറിയോ? അവൾ വീണ്ടും പുറകെ വന്ന് ചോദിച്ചു. മഹിതേച്ചി ചോദിച്ച കേട്ടില്ലേ, അറിയൂന്ന്? ഞാൻ അതേത് തലയാട്ടി. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.